നമ്മളെ ഏറ്റവും കൂടുതൽ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു വയനാട്ടിലെ ചൂരൽമലയിൽ ഈ അടുത്ത ദിവസം ഉണ്ടായ ഉരുൾപൊട്ടലും അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മുടെ കുറേ കൂടപ്പിറപ്പുകൾ മരണത്തിനിരയായതും കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ദുരന്തത്തിലും മരണമറിഞ്ഞവർക്കും പരിക്കേറ്റവർക്കും പ്രാർത്ഥന ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. എന്താണ് ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡ്? എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ചെരിവുള്ള ഭാഗത്ത് പാറ, മണ്ണ് അല്ലെങ്കിൽ മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ തെന്നി മാറുന്നതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ മഴ, ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ കടന്നുകയറ്റങ്ങൾ എന്നിവയെല്ലാം ആണെന്ന് തന്നെ പറയാം. ഭൂമിയുടെ ഉപരിതലത്തിൽ, അതായത് നമുക്ക് കാണുന്ന ആ ഒരു പ്രതലമുണ്ടല്ലോ, ആ പ്രതലത്തിൻ്റെ ബലം കുറയുന്നതാണ് ഇതിന് പ്രധാന കാരണം. നമുക്കിതിനെ വിശദമായിട്ട് തന്നെ നോക്കാം. ഇതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഭൂമിയുടെ ശാസ്ത്രം, ഒന്ന് ഭൂമിയുടെ രൂപഘടന, മൂന്നാമത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയുടെ അടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഈ മലഞ്ചെരിവിലെ ഭൂമിക്കടിയിലെ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് ഒരു സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ആ ജലം ശക്തമായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഇതോടൊപ്പം പാറകളും വൃക്ഷങ്ങളും, അത് വലിയ വലിയ വൃക്ഷങ്ങളും മറ്റ് ഈ എല്ലാം തന്നെ ഈ പാറകൾ, വൃക്ഷങ്ങൾ, അതുപോലെ തന്നെ എല്ലാവിധ അസംസ്കൃത വസ്തുക്കളും എല്ലാം കൂടി പുറത്തേക്ക് തള്ളുകയും ഇത് മണ്ണിനോട് വലിയ രീതിയിലേക്ക്, അതായത് മണ്ണിൻ്റെ കൂട്ടത്തിൽ വലിയ രീതിയിൽ പുറത്തേക്ക് തള്ളുകയും ചെയ്യും. ഒരു 72 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാൻ സാധ്യത കൂടുതലാണെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ മലമുകളിൽ നിന്ന് വരുന്ന സ്വാഭാവിക നീർച്ചാലുകളുണ്ട്, അതായത് പുഴ, അതുപോലത്തെ ചെറിയ നീർച്ചാലുകൾ, അതിൻ്റെ ഘടനയിൽ വരുന്ന മാറ്റങ്ങളും, അതായത് കൺസ്ട്രക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ ഘടനയിൽ വരുന്ന മാറ്റങ്ങളും ഭൂമിക്കടിയിലേക്ക് വെള്ളം താഴ്ന്നിട്ട് ഉരുൾപൊട്ടലിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് മല അടിവാരങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും മുകളിൽ നിന്ന് മണ്ണിനെ, അതായത് ഉരുൾപൊട്ടലിന് സാധ്യത ഉണ്ടാക്കുന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മഴയാണ്. ഈ നമ്മുടെ മഴയുടെ ഘടനാമാറ്റം, ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന അതിശക്തമായ മഴ, ഇതെല്ലാം കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനെല്ലാം ഒരു പ്രധാന കാരണം കൂടെയാണ്. പറയാനുള്ളത് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തോടാണ്. പ്രകൃതിയാണ്, മഴക്കാലമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നതും സംഭവിക്കുന്നതും. നമുക്കൊരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സൂക്ഷിക്കുക. മുന്നറിയിപ്പുകൾ, ഗവൺമെൻറ്റിൻ്റെ മുന്നറിയിപ്പുകളും കാലാവസ്ഥ മുന്നറിയിപ്പുകളും എല്ലാം അത് സീരിയസ് ആയി തന്നെ എല്ലാവരും കാണുക. ദുരന്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ദുരന്തം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ അങ്ങനെയുള്ളടത്ത് മാറി താമസിക്കുക. അതിനകത്ത് ഒരു കുറവും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങളുടെ ജീവനേക്കാളും വലുതല്ല ഒന്നും. നന്ദി.